പാലക്കാട് അട്ടപ്പാടിയിൽ 60 സെന്റ് സ്ഥലത്ത് നടത്തിയിരുന്ന കഞ്ചാവ് തോട്ടം കണ്ടെത്തി. 3 മാസം പ്രായമായ കഞ്ചാവ് ചെടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കഞ്ചാവ് ചെടികൾ പിടികൂടിയത്. ഗോകുൽ VS വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട് നിന്നും. ഗോകുലെ, ഗുഡ് മോർണിംഗ്. 60 സെന്റ് സ്ഥലത്ത് ഇത്രയും കാലം ആരും ഒന്നും കണ്ടില്ല. എങ്ങനെയാണ് പിടികൂടിയത്? അതായത് പോലീസ് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കഞ്ചാവ് കൃഷി വേട്ടയാണിതെന്നാണ്. ഏകദേശം 60 സെന്റിലാണ് ഈ കൃഷി നടന്നിരുന്നത്. 10,000-ഓളം ചെടികൾ ഉണ്ടായിരുന്നു. 3 മാസം പ്രായമായ കഞ്ചാവ് ചെടികളാണ്. ഇത് പുതൂരിലെ വനമേഖലയ്ക്കുള്ളിലാണ്. ഏകദേശം ഒരു 5 മണിക്കൂർ കാട്ടിലൂടെ നടന്നാൽ മാത്രമേ, പുതൂരിലുള്ള ഈ വനമേഖലയിലൂടെ 5 മണിക്കൂർ കാട്ടിൽ നടന്നാൽ മാത്രമേ ഈ പറയുന്ന സ്ഥലത്തെത്താൻ കഴിയൂ. അങ്ങനെയാണ് ഈ ആദ്യം കേരള തീവ്രവാദ വിരുദ്ധ സേന അങ്ങോട്ട് പ്രവേശിച്ചു. അതിനുശേഷം പുതൂർ പോലീസും പിന്നീട് ജില്ലാ ലഹരി വിരുദ്ധ സേനയും അവിടേക്ക് എത്തിയാണ് ഈ കഞ്ചാവ് തോട്ടം നശിപ്പിച്ചത്. ഏകദേശം 10,000-ലധികം ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. 3 മാസം പ്രായമായ ചെടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. 60 സെന്റ് സ്ഥലത്താണ് ഈ കൃഷി നടന്നിരുന്നത്. കേരളത്തിൽ തന്നെ കേരള പോലീസ് പിടികൂടുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കഞ്ചാവ് തോട്ടമാണെന്നാണ് കേരള പോലീസ് ഏതായാലും അവകാശപ്പെടുന്നത്. ശരി, ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്. അട്ടപ്പാടിയിലാണ് സംഭവം. 60 സെന്റ് സ്ഥലത്താണ് കഞ്ചാവ് തോട്ടം വളർത്തിയിരുന്നത്. അത് കണ്ടെത്തി ഇപ്പോൾ നശിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നടപടികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. 3 മാസം പ്രായമായ കഞ്ചാവ് ചെടികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. സംയുക്തമായി നടത്തിയ പരിശോധനയായിരുന്നു. അതിലാണ് കഞ്ചാവ് ചെടികളൊക്കെ തന്നെയും പിടികൂടിയത്.